നമസ്കാരം. സ്വർണത്തിനൊപ്പം മുക്കുപണ്ടം അണിയിച്ചതിന്റെ പേരിൽ വരന്റെ വീട്ടുകാർ അധിക്ഷേപിച്ചതിന് പിന്നാലെ വധു വിവാഹത്തിൽ നിന്നും പിന്മാറി. വിവാഹ ദിവസം സ്വർണത്തിനൊപ്പം ഇമിറ്റേഷൻ ആഭരണങ്ങളും അണിയാനുള്ള ആഗ്രഹത്തെ വരന്റെ വീട്ടുകാർ എതിർത്തെന്നാരോപിച്ചാണ് വധു കല്യാണത്തിൽ നിന്നും പിന്മാറിയത്. ഹൽദി ആഘോഷം നടന്നപ്പോൾ മുക്കുപണ്ടം അണിയിച്ചെന്നാരോപിച്ച് വരന്റെ ബന്ധുക്കൾ കളിയാക്കി. ഇതേ തുടർന്ന് വധുവിന്റെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകി. വിവാഹ തലേന്ന് കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ ഇരു വീട്ടുകാരും തമ്മിൽ സംസാരിക്കുന്നതിനിടയിലാണ് പെൺകുട്ടി വിവാഹത്തിൽ നിന്നും പിന്മാറുന്നതായി അറിയിച്ചത്. വ്യാഴാഴ്ച ഹരിപ്പാടിനടുത്തുള്ള ക്ഷേത്രത്തിലാണ് വിവാഹം നടക്കാനിരുന്നത്. 2 വർഷം മുൻപായിരുന്നു വിവാഹ നിശ്ചയം. 15 പവന്റെ ആഭരണങ്ങളാണ് വധുവിന്റെ വീട്ടുകാർ വിവാഹത്തിനായി വാങ്ങിയത്. അതിനൊപ്പം ഇമിറ്റേഷൻ ആഭരണങ്ങളും അണിയിക്കുമെന്ന് വധുവിന്റെ അമ്മ വരന്റെ വീട്ടുകാരെ അറിയിച്ചു. എന്നാൽ മുക്കുപണ്ടം അണിയിച്ച് കല്യാണം വേണ്ടെന്ന രീതിയിൽ വരന്റെ വീട്ടുകാർ സംസാരിച്ചെന്നാണ് ആക്ഷേപം. വിവാഹത്തിന് 3 ദിവസം മുൻപ് വധുവിന്റെ വീട്ടിൽ ഹൽദി ആഘോഷത്തിലും വരന്റെ ബന്ധുക്കൾ അധിക്ഷേപിച്ചു. ഹൽദി ചടങ്ങിൽ വരന്റെ ബന്ധുക്കളിൽ ചിലർ പെണ്ണിനെ മുക്കുപണ്ടം അണിയിക്കുകയാണെന്ന രീതിയിൽ അധിക്ഷേപിച്ചെന്നും ആരോപണമുണ്ടായി. തുടർന്നാണ് വധുവിന്റെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത്. സ്റ്റേഷനിൽ നടന്ന ചർച്ചയിൽ വിവാഹത്തിന് സമ്മതമാണെന്ന നിലപാടാണ് വരനും ബന്ധുക്കളും സ്വീകരിച്ചത്. എന്നാൽ ആഭരണത്തിന്റെ പേരിൽ ആക്ഷേപിച്ചതിനാൽ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പെൺകുട്ടി പറയുകയായിരുന്നു. തുടർന്ന് വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതായി പെൺകുട്ടിയിൽ നിന്ന് പോലീസ് എഴുതി വാങ്ങുകയും ചെയ്തു. വരന്റെ വീട്ടുകാർ തന്റെ കയ്യിൽ നിന്ന് 4.5 പവന്റെ മാലയും കല്യാണ ചെലവിന് 50,000 രൂപയും വാങ്ങിയതായി പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു. അതും നിശ്ചയത്തിന് ചെലവായ 2.5 ലക്ഷം രൂപയും കല്യാണ ഒരുക്കത്തിന് ചെലവായ തുകയും മടക്കി കിട്ടാൻ നിയമ നടപടി സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു. ഇരുവരുടെയും വീട്ടുകാരുമായി സംസാരിച്ചെന്നും കല്യാണം വേണ്ടെന്ന് പെൺകുട്ടി പറഞ്ഞതിനാൽ അതനുസരിച്ചുള്ള തീരുമാനമെടുക്കുകയായിരുന്നുവെന്നും കരിയിലക്കുളങ്ങര SHO പറഞ്ഞു.